ഈ പ്രഭാതം കാണുവാൻ നമ്മെ ശക്തീകരിച്ച യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനം. ഇന്നത്തെ വായനാ വേദഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 21 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ. ഇന്നത്തെ ധ്യാന വേദഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 23 അധ്യായം അതിൻ്റെ 10 വാക്യം. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. നീതി നടപ്പാക്കുന്ന ദൈവത്തെയും ആ ദൈവത്തിന് മുന്നിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന മനുഷ്യനെയുമാണ് ഇന്നത്തെ വായനാഭാഗത്ത് നാം കാണുന്നത്. പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മറ്റുള്ളവർ അഥവാ ദുഷ്ടന്മാർ സുഖമായി ജീവിക്കുമ്പോൾ ദൈവത്തെ അറിയുന്നവർക്ക് എന്തുകൊണ്ട് തിന്മ സംഭവിക്കുന്നു? തൻ്റെ സുഹൃത്തുക്കളുടെ പരിഹാസങ്ങൾക്കിടയിലും ഇത്തരം കഠിനമായ യാഥാർത്ഥ്യത്തോട് പോരാടുകയാണ് ഇയ്യോബ് ചെയ്യുന്നത്. തൻ്റെ സുഹൃത്തുക്കളുടെ പരമ്പരാഗത വിശ്വാസത്തെ, അതായത് നീതിമാന്മാർക്ക് നന്മയും ദുഷ്ടന്മാർക്ക് തിന്മയും എന്ന വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയാണ് ഇയ്യോബ് ചെയ്യുന്നത്. ഈ ഭാഗത്തു നിന്നും ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ബാഹ്യമായി നാം കാണുന്നവ ആത്യന്തികമല്ല. ദൈവാവബോധമില്ലാത്തവരുടെ താൽക്കാലിക വിജയങ്ങളെക്കുറിച്ച് നാം ഇവിടെ കാണുന്നു. ലോകത്തിന്റെ മനുഷ്യർ ദീർഘായുസ്സോടെ ഇരിക്കുകയും സമ്പത്ത് വർദ്ധിപ്പിക്കുകയും സമാധാനപരമായി ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങനെയുള്ളവർ ദൈവത്തോട് പറയുന്നത് 21 അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, അവർ ദൈവത്തോട്, ഞങ്ങളെ വിട്ടുപോകാം, നിന്റെ വഴികളെ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ സർവശക്തനെ സേവിപ്പാൻ അവനോട് പ്രാർത്ഥിച്ചാൽ എന്ത് പ്രയോജനം എന്ന് പറയുന്നു. ഇങ്ങനെയുള്ളവർ സമ്പത്തിൽ വളരുന്നു, ഭയമില്ലാതെ ജീവിക്കുന്നു, കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, ആഡംബരത്തോടെ ജീവിക്കുന്നു. സങ്കീർത്തനക്കാരനായ ആസാബും ഇയ്യോബിനെ പോലെ സംശയം ഉന്നയിക്കുന്നു എന്ന് 73 സങ്കീർത്തനത്തിൽ നമുക്ക് കാണാം. ഇത്തരത്തിൽ നാം ബാഹ്യമായി കാണുന്ന നേട്ടങ്ങളും അനുഗ്രഹങ്ങളും ആത്യന്തികമല്ല എന്ന് മനസ്സിലാക്കുക. ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സമയമുണ്ട്. അതിനാൽ വിശ്വാസികൾ മറ്റുള്ളവരെ പോലെ തമ്മിൽ താരതമ്യം ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിക്കുക. രണ്ടാമതായിട്ട്, ആത്യന്തികമായത് നമ്മെ ശുദ്ധീകരിക്കുന്നു. എലീഫാസിന്റെ കുറ്റപ്പെടുത്തലുകൾക്ക് മറുപടിയായി ഇയ്യോബ് ദൈവത്തിങ്കിലേക്ക് ഓടിയെത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവിടെ ദൈവത്തെ കാണുന്നില്ല എന്നുള്ളതാണ് 23 അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ കാണുന്നത്. ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെയില്ല, പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല, വടക്ക് അവൻ പ്രവർത്തിക്കയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല, തെക്കോട്ട് അവൻ തിരിയുന്നു, അവനെ കാണുന്നില്ല താനും. ഇവിടെ ഇയ്യോബിന് ആത്മീയമായ അന്ധകാരം അനുഭവിക്കുന്നു. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഏകനായോ എന്ന ചിന്ത വരികയാണ്. എന്നാൽ ഇയ്യോബിന് ഒരു ഉറപ്പുണ്ട്. അതാണ് 23 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ പറയുന്നത്, ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നു പോലെ പുറത്തു വരും. ഇത് ഇയ്യോബിന്റെ വിശ്വാസ പ്രഖ്യാപനമായി മാറുന്നു. ജീവിതത്തിൽ എൻ്റെ നേർക്ക് വരുന്നത് കഷ്ടതയാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് ആത്യന്തികമായതാകുന്നുവെങ്കിൽ എന്നെ ശുദ്ധീകരിക്കും. എന്നാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. പ്രിയമുള്ളവരെ, ഈ ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മയും ഏൽപ്പിക്കാം. പൊന്നുപോലെ പുറത്തു വരത്തക്ക വിധത്തിൽ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെ കാണുകയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന നല്ല ദൈവമാകിയാൽ ഞങ്ങൾ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും കഷ്ടതകളുണ്ട്. ഞങ്ങൾ തിരിച്ചറിയുന്നു, ക്രൈസ്തവ വിശ്വാസത്തിൽ കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്. എന്നാൽ അതിനപ്പുറം ആ കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെ മധ്യത്തിൽ അങ്ങയുടെ മുഖം ദർശിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കഷ്ടതകളുടെ മധ്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നവരായിട്ടല്ല, സംശയമുള്ളവരായിട്ടല്ല, അങ്ങിൽ മുറുകെ പിടിച്ചുകൊണ്ട്, അങ്ങിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ കാര്യങ്ങളിലും കർത്താവേ, അത് പ്രയാസമായാലും പ്രതിസന്ധിയായാലും നന്മയായാലും അനുഗ്രഹമായാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള മനസ്സും ഞങ്ങൾക്ക് തരയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകുവാൻ, മറ്റുള്ളവരിലേക്ക് അങ്ങയുടെ സുവിശേഷം പകരപ്പെടുന്നവരായിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിച്ചു തരണമേ. അങ്ങയോട് കൂടെ ഇന്നത്തെ ദിവസം ആരംഭിച്ചു
അങ്ങയോട് കൂടെ ചേർന്ന് പ്രവർത്തിപ്പാനും ഞങ്ങളെ ഇടയാക്കണം. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. സകലവും യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.